പ്രിയമുള്ള സ്നേഹിതന്മാരെ, നമ്മൾ നേതാവായിരുന്ന ഇപ്പോൾ നേതാവ് തന്നെ ആയിരിക്കുന്ന മഹാനായ താജുൽ ഉലമ എന്നുള്ള ഇസ്മ മുസമ്മിയും രണ്ടും ഒത്തതാണ്. അത് ഉലമാക്കന്മാർ ഒരു സഭയിലിടണമെന്നിരുന്നാൽ അത് കിരീടം വെച്ചമായുള്ള ഒരു മഹാനായിരുന്നു. സത്യം ആയ വിഷയം എന്ത് പറയൽ മാത്രമല്ല, പറഞ്ഞ് സ്ഥാപിച്ചിട്ട് നീച്ചുകൊള്ളൂ. അതിന് എതിർ പറഞ്ഞവരോട് നീച്ചു പറഞ്ഞേക്കണേ വലിയ മഹാനായിരുന്നു അവർ. നമ്മളെ എല്ലാ വിഷയത്തിലും അങ്ങനത്തെ മഹാനായിരുന്നു താജുൽ ഉലമ. ആ താജുൽ ഉലമനെ നമ്മൾ സ്മരിക്കണം. അത് നമ്മളെ ദീന് ശക്തിയാകാനുള്ള ഒരു കാരണമായിരിക്കും. താജുൽ ഉലമ പോന്നിട്ട് അവിടെ എന്തൊരു സ്ഥാപനമായിരുന്നു അവിടെ ഉള്ളാളം. അത് അവർ പോന്നപ്പോൾ കണ്ടില്ല, ആ വെളിച്ചം കെട്ടില്ലേ, അത് കെട്ടുപോയി. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ വലിയ മഹാന്മാരൊക്കെ പോകുമ്പോൾ അതിന് കെടുക്കരുത് നമ്മളെ. അത് അവർ കൊണ്ടുനടക്കാനുള്ള തിരാടിത്തത്തോടു കൂടെ മുന്നേക്ക് വരികയാണെങ്കിൽ അത് സഹായിക്കും ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാമിന് അല്പം ഒരു ഭംഗം പറ്റാൻ പുറപ്പെട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞ് ലോ മനോനി കാനാക്കാൻ ല കാത്തൽത്തും, ഒരു ആടിൻ്റെ കുട്ടിനെ പോലും തടിയാണെങ്കിൽ ഞാൻ സമരം ചെയ്യും എന്ന് പറഞ്ഞ്, അതാണ് ഖലീഫ, ഒന്നാം ഖലീഫ. റസൂൽ സല്ലല്ലാഹു സുന്നത്തിന് അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ വിടൂല്ല, ഞാൻ സമരം ചെയ്യും എന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖ്. ആ സിദ്ദീഖിൻ്റെ അനുഭാവികളായിട്ട് പിന്നെ കീഴ്പ്പെട്ട് വന്ന കൂട്ടക്കാർ, അതുപോലെ തന്നെ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല ഓലൊക്കെ സത്യത്തിന് വേണ്ടി പോരാടിയ കൂട്ടക്കാരാണ്. അത് കുഴപ്പമുണ്ടാക്കാനല്ല, കുഴപ്പം തീർക്കാൻ വേണ്ടി. ദീനില്ലായിരിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാക്കാൻ, ആ കുഴപ്പം തീർക്കാൻ വേണ്ടി. അതൊരാളൊരു വിരോധമല്ല, മനുഷ്യവിരോധം എന്നല്ല. നമുക്ക് ഇസ്ലാം ദീനിൽ മനുഷ്യനോട് മാത്രം വിരോധം എന്നല്ല, അതല്ല. ഒരു ജീവികളോട്, ഒരു ചെടികളോടൊന്നും നമുക്ക് വിരോധമില്ല. ഒരു ജീവികളെ ഏതാവശ്യമില്ലാതെ ദ്രോഹം ചെയ്യാത്ത ജീവികളൊക്കെ ഉണ്ടല്ലോ, താവളിൻ്റെ വരെ കൊല്ലാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിക്കണേ. ഒരു പച്ച ചെടി ആവശ്യം കൂടാതെ മുറിക്കാൻ പാടില്ല. എല്ലാത്തിനെയും സ്നേഹിക്കലാണ് ഇസ്ലാം ദീന്. അങ്ങനത്തെ ഇസ്ലാം ദീന് പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാം എന്നല്ല, ആ മഹിമ ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ്, കുഴപ്പം ഉണ്ടാകാൻ വേണ്ടിയല്ല, കുഴപ്പമില്ലാതാകാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ മുസ്ലിമായി ജീവിക്കൽ കുഴപ്പത്തിനാണ്, നാട്ടിൽ പാർട്ടി ഉണ്ടാക്കാനാണെന്ന് ആരും മനസ്സിലാക്കരുത്. യഥാർത്ഥ ഇസ്ലാം പറഞ്ഞ സുന്നത്തി ജമാഅത്താണ്. ആ സുന്നത്തി ജമാഅത്തിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അത് ജനങ്ങൾ പ്രസംഗിക്കലോ സഭ കൂടലോ അത് എന്തല്ല, ഫസാദ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു നേതാവ് തന്നെയായിരുന്നു മഹാനായ താജുൽ ഉലമ. ആ താജുൽ ഉലമൻ്റെ ആ സേവനം നമ്മളൊക്കെ നിലനിർത്തണം. അവരെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരെ സന്താനങ്ങൾക്കും ഓലെ പേരമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആമക്കൾക്കും പെമ്മക്കൾക്കും ഒക്കെ അല്ലാഹു തആല നല്ല ഹിദായത്തോടു കൂടെയുള്ള ഐശ്വര്യം, സലാമത്തും ആഫിയത്തും നിലനിർത്തി കൊടുക്കട്ടെ. തങ്ങളുടെ ആ മക്കൾ രണ്ടാളെ നമ്മളൊക്കെ അറിയും. പിന്നെ ബീവിമാരുണ്ട്, പെമ്മക്കൾ, അവരെ കുട്ടികളുണ്ട്. ഓരൊക്കെ അല്ലാഹു തആലക്കൊക്കെ ഐശ്വര്യം കൊടുക്കട്ടെ. ഓർക്കൊക്കെ അല്ലാഹു തആല എല്ലാ ഗുണങ്ങളും നിലനിർത്തി കൊടുക്കട്ടെ. തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് നിലക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ പറ്റി കൂടുതൽ പറയാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി നേരില്ലാനും പറയാൻ സൗകര്യം ചെയ്യാനും അല്ലാഹു തആല കുറഞ്ഞ പറച്ചിൽ ഫലപ്രദമാക്കി തരട്ടെ. അല്ലാഹു തആല നമുക്ക് തങ്ങളോടുള്ള മഹബത്ത് ഇത് കേൾക്കണവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല ഏറ്റി തരട്ടെ. ഇത് ദക്കിറും ബി അയ്യാമില്ലാഹ് എന്ന ആയത്ത് കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.